ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ചതെന്ന്, അല്ലെങ്കിൽ യൂണിവേഴ്സലിനോട് അല്ലെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് ഈ ഒരു സമയം എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ അതിനുവേണ്ടി പൈഡൊന്നും വെച്ചിട്ടില്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ യൂണിവേഴ്സലിനോട് പൂർണ്ണമായിട്ടും താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കൂടുതലും കണക്ട്. ഈ ഒരു സമയം നിങ്ങൾ എന്താണോ നിങ്ങളടുത്ത് യൂണിവേഴ്സലിന് പറയാനുള്ള ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടുക. എന്താണ് നിങ്ങളടുത്ത് യൂണിവേഴ്സലിന് പറയാനുള്ളത്? ഓക്കെ, യൂണിവേഴ്സ് പ്ലീസ് ഗിവ് ദ ആൻസർ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളടുത്ത് ഏഞ്ചൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു സമയത്ത് കുറേ അധികം ആൾക്കാർ റിലേഷൻഷിപ്പിൽ ഒരു ലൂപ്പിൽ പെട്ടുപോയൊരു സിറ്റുവേഷൻ ആയിട്ടായിരിക്കാം നിൽക്കുന്നത്. എന്തോ ഒരു അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം മേ ബി അവർ നിൽക്കുന്നത്. അതിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല, പക്ഷേ അതിൽ നിന്ന് ഒരു ലൂപ്പിൽ പെട്ടുപോയൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അത് ഡിവൈനായിട്ട് കണക്ട് ചെയ്ത് വെച്ച റിലേഷൻ ആയിരിക്കാം. ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതലും കാര്യങ്ങൾ പഠിപ്പിക്കാനും, നിങ്ങളെ കൂടുതലും സ്ട്രെങ്ത് ആക്കാനും, നിങ്ങളെ കൂടുതലും മനസ്സിലാക്കാനും, നിങ്ങളെ കൂടുതലും ഉയരത്തിലോട്ട് എത്തിക്കാനും വേണ്ടിയിട്ടായിരിക്കും. ഡിപ്രഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം, ഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളെ സ്പിരിച്വാലിറ്റിയിൽ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കാണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഒരാൾക്കും ഒന്നിനെയും കുറിച്ചും അറിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് മാത്രമേ, മിറാക്കിൾ സംഭവിച്ചിട്ട് മാത്രമേ ലൈഫിലേക്ക് എല്ലാം കടന്നു വരുള്ളൂ. നമ്മുടെ ലൈഫിലോട്ട് എല്ലാം അത്ര എളുപ്പത്തിന് കടന്നു വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എന്തെങ്കിലും കാര്യം നമ്മുടെ ലൈഫിലോട്ട് വരണമെന്നുള്ള അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി, അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ലൈഫിലോട്ട് എല്ലാ കാര്യങ്ങളും വരുന്നു വരുന്നത്. ഇപ്പം നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സോൾമേറ്റ് കണക്ഷൻ, ഒരു കാർമിക് സിറ്റുവേഷനാണ്, എന്ത് ലൂപ്പിലാണ് നിങ്ങൾ പെട്ട് കിടക്കുന്നത്, ഈ ഒരു എന്തിലാണ് പെട്ട് കിടന്ന് നിങ്ങൾ മാനസികപരമായിട്ട് ടെൻഷൻ അനുഭവിച്ച്, മാനസികപരമായിട്ട് ആങ്സൈറ്റി ആയിരിക്കാം, ടെൻഷൻ ആയിരിക്കാം, നിങ്ങളുടെ എനർജി എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, കാലചക്രം മാറി കറങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനും മാറി തിരിച്ചു തരും എന്നാണ് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളടുത്ത് ഏഞ്ചൽസ് പറയുന്നത്. റിമെയിൻ പോസിറ്റീവായിരിക്കുക എന്നാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുക്ക് സൈൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സൈനും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ലെസൺസും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഓരോ പാഠങ്ങളാക്കി മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കിട്ടുന്ന ഓരോ സൈനും നിങ്ങൾക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ജീവിതം നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനും, മുന്നോട്ട് പോകുന്ന ജീവിതം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറാനും പറ്റും. അതായത് ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർമേഷനിലോട്ട് മാറുക എന്നായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പുഴുവിൽ നിന്ന്, ഒരു ക്യൂബിൽ നിന്നും ഒരു പുഴുവുണ്ടായി, ആ പുഴുവിൽ നിന്നും ഒരു ചിത്രശലഭം ഉണ്ടായി മാറുന്ന ലാഘവത്തിൽ നിങ്ങളെ ട്രാൻസ്ഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഓരോ വ്യക്തികളും കടന്നു വരുന്നത്, ഇതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരുന്നത്, ഇതിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ ഇൻസിഡൻറ്റ് സംഭവിച്ച് നിങ്ങൾ ഇതേ കണക്ക് ടിൻ ഫ്ലെയിം ജേണി, ഒന്നും അറിയാത്ത ടിൻ ഫ്ലെയിം ജേണി. അതായത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ അധികം ടിൻ ഫ്ലെയിം ജേണീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ അധികം റീഡിങ്സും എനിക്ക് പേഴ്സണലായിട്ട് വരുന്നതും ടിൻ ഫ്ലെയിം ജേണീസ് ആയിരിക്കാം. ഇത് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ടിൻ ഫ്ലെയിം ജേണീസ് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ് അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ, ഒരാണിൻ്റെ ശരീരത്തിൽ ഒരു പെണ്ണിനെ കയറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണും ആണും ഒരു ശരീരത്തിൽ നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ അധികം ഉണ്ട് LGBTQ ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, ബൈസെക്ഷൽ, അതേ ട്രാൻസ്ജെൻഡേഴ്സ് വളർന്നു വരുമ്പോഴത്തേക്കും പെണ്ണായി മാറുന്നു, വളർന്നു വരുമ്പോഴത്തേക്കും ആണായി മാറുന്നു, പെണ്ണും ആണായി മാറുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു യൂണിവേഴ്സൽ പവറിനെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആണിനെയും പെണ്ണിനെയും ചേഞ്ച് ചെയ്തിടാൻ, അല്ലെങ്കിൽ മസ്കുലാർ എനർജി മാറ്റി നിർത്തിയിട്ട് ഇവർ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇടാനും പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. ഇത് ഉണ്ടോ ഇല്ലയെന്ന് എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്. ഇത് റിയലൈസ് ചെയ്ത് ഇത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പീക്ക് എന്താണെന്ന് അറിയാവുള്ളൂ. എനിക്ക് സത്യത്തിൽ അറിയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ സിറ്റുവേഷൻസ്, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ, ഇങ്ങനെ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പെയിൻ അനുഭവിക്കുന്നു
അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കത് ഡിവൈനായിട്ട് തന്ന പെയിനാണ് എന്നുണ്ടെങ്കിൽ അത് ഡിവൈൻ സപ്പോർട്ടോടെ തന്നെ ഡിവൈൻ മാറ്റിത്തരുമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിനുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞിട്ട് ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഡിവൈൻ എനർജിനെ നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞിട്ട് അതിനെ ആ ഒരു എനർജീനെ ഫുള്ള് ചേഞ്ച് ആക്കാൻ പറ്റും എന്നുള്ള 100% ട്രസ്റ്റ് നിങ്ങൾക്ക് വേണം. കാരണം അതെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് യൂണിവേഴ്സിൽ നന്നായിട്ട് അറിയും. അതിനുവേണ്ടി യൂണിവേഴ്സ് ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുകയും ചെയ്യും. ഇതെല്ലാം ലുക്ക് ഫോർ സൈനാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട സൈനുകളാണ്, നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളിവിടെ വന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആ ഒരു ജീവിത ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് വരേണ്ട ആൾക്കാരും നിങ്ങൾ അവിടെ എത്തിക്കേണ്ട ആൾക്കാരും ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് തന്നെ നിങ്ങളെ അതിലോട്ട് എത്തിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, ഏത് പരമമായിട്ടുള്ള ഡാർക്ക് സിറ്റുവേഷനോ, ഡാർക്ക് നൈറ്റ് സോളായിരിക്കാം, ഭയങ്കരമായിട്ട് നെഗറ്റീവിലായിരിക്കും കടന്നു പോകുന്നത്, ചിന്തകൾ കൊണ്ട് ഇമോഷണൽ കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റിയിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തും. അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം വരണം എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈം മേ ബി പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരും. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് വരും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള മിറാക്കിൾസ് സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സംഭവം തരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നെഗറ്റീവായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി തരുന്നത് നെഗറ്റീവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. കാരണം നിങ്ങൾ കുറേ റിയലൈസ് ചെയ്യണം. ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാനാണത്. നിങ്ങൾക്ക് ആഫ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് ഇങ്ങനത്തുള്ള ഓരോരോ ഓപ്പർച്യൂണിറ്റി തന്നെ. കാരണം നിങ്ങൾ കൂടെ റിയലൈസ് ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോകുന്ന വഴികൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുകൂടി കമ്പനി അടിച്ച് നിങ്ങൾക്ക് ആ ഒരു പാത്തിൽ പോകാൻ പറ്റുള്ളൂ. മേ ബി ഐ തിങ്ക് എനിക്ക് തോന്നുന്നു കുറേയധികം ആൾക്കാർക്ക് പർപ്പസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ച് കാണും എനിക്ക് എന്തുകൊണ്ട് പൈസ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പൈസ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതശൈലി ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുകയാണെന്നുള്ളത്. കുറേ അധികം ആൾക്കാർക്ക് മെച്ചപ്പെട്ട ജീവിതശൈലി ഉണ്ടാവുന്ന പാസ്റ്റ് ലൈഫിൽ അവരുടെ കാർമിക് സിറ്റുവേഷൻ, അവരുടെ പർപ്പസ് അവർ തീർത്തത് കൊണ്ടാണ് അവർ ഈ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒന്നും അറിയാണ്ട് ജീവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ തന്നെ അവർ പർപ്പസ് തീർത്തത് കൊണ്ടാണ് ഭയങ്കരമായിട്ടും അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നത്. മേ ബി ചെറിയൊരു പർപ്പസൊക്കെ കാണുള്ളൂ. ചില ആൾക്കാർക്ക് ചെറിയ പർപ്പസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഭയങ്കര വലിയ പർപ്പസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തുള്ള കുറേ അധികം കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഐ തിങ്ക് നിങ്ങൾ മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം. മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചമ്മണം പൊട്ടിയിരിക്കുക. ചമ്മണം പൊട്ടി ഇരുന്നതിന് ശേഷം നിങ്ങളുടെ മൂലാധാര, അതായത് നിങ്ങളുടെ നട്ടൽ, ഏറ്റവും താഴെ നട്ടലിൻ്റെ ആ ഒരു പീക്ക് L1 L2 എന്നൊക്കെ പറയും നമ്മൾ. ഈ സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും L1 L2 L3 എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ഉണ്ട്. അവിടെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യും. അവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈ ഇങ്ങനെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ട് ബീറ്റ് കിട്ടും. നമ്മുടെ ഈ ഒരു പോയിന്റിൽ ഹാർട്ട് ബീറ്റ് കിട്ടും. നിങ്ങൾ കൂടുതലും കോൺസെൻട്രേഷൻ നിങ്ങളുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബീറ്റ് കിട്ടും. നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും, നന്നായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. നിങ്ങളുടെ ഈ കൈയുടെ ഉള്ളിൽ ബീറ്റ് ചെയ്യും. നമ്മുടെ ഹാർട്ട് ബീറ്റ് കണക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് നിങ്ങളുടെ ഈ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞൊക്കെ മാക്സിമം ചെയ്യാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് യൂസ് ഇല്ലാണ്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിത് യൂസ് ആവും. നിങ്ങളുടെ പർപ്പസിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത് യൂസ് ആവും. നിങ്ങളുടെ മെച്ചപ്പെട്ട നിലവാരം, ജീവിതശൈലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കാരണം ഈ ഒരു ഭൂമിയിൽ വന്ന് 100 വർഷം ജീവിച്ച് പോകുന്നതിനിടയ്ക്ക് നിങ്ങൾക്കുണ്ടാവുന്ന കുറേ ഇൻസിഡൻറ്റും കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുടെ ലൈഫ്. അത് നിങ്ങളുടെ പർപ്പസ് അല്ല. നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ലോകത്ത് ഒരു റീഡേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ലോകത്ത് ഒരു മനുഷ്യർക്കും കണ്ടുപിടിക്കാൻ പറ്റും, ദൈവത്തിന് പോലും പറഞ്ഞു തരാൻ പറ്റത്തില്ല. പർപ്പസ് എന്താണെന്ന് സ്വയം ഒരു സെക്കൻഡ് പാർട്ടിക്ക് വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമായിരിക്കാം മേ ബി അറിയാമെന്നുള്ളത്. അത് വേറൊരു വ്യക്തിക്ക് വന്നിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് നിങ്ങൾ തേടിപ്പോയി അതിലൂടെ പോയിന്റിലൂടെ പോയി നിങ്ങളെ പർപ്പസിലോട്ട് എത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ വെച്ചായിരിക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ റീബർത്ത് തുടങ്ങുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ് ടൈമിങ് നിങ്ങൾക്ക് വരും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളുള്ള പെർഫെക്റ്റ് ടൈം നിങ്ങൾക്ക് വരും. ബ്ലെസ്സിങ്സ് അതിപ്പോൾ ഏത് വ്യക്തി, കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വ്യക്തി ആയാലും അവർക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടാവും. ഇനിയിപ്പം എത്ര വലിയ ചീത്തയായാലും എന്ത് വലിയ ഇത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ യൂണിവേഴ്സിൽ വന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ആവും. നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതിയിലിരുന്നാണ് മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ അതും മാനിഫെസ്റ്റ് ആവും. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവ് ചിന്തിക്കുമ്പോഴും മാനിഫെസ്റ്റ് ആവും, പോസിറ്റീവ് ചിന്തിക്കുമ്പോഴും മാനിഫെസ്റ്റ് ആവും. അപ്പം നമ്മൾ കൂടുതലും പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക, പോസിറ്റീവ് എനർജിയിലോട്ട് അട്രാക്റ്റ് ചെയ്യാൻ നോക്കുക.
ഓക്കെ, അപ്പോൾ പോസിറ്റീവ് എനർജിയിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുകയും പോസിറ്റീവായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് നമുക്ക് വർക്കൗട്ട് ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അടുത്ത് ആരാണോ തെറ്റുകൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമിങ്ങിലാണോ റിലേഷനാണോ. ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ട് പേഴ്സൺ റീഡിങ് വന്നിട്ട്, അയ്യോ സാർ ഇന്ന് വന്നില്ല റിലേഷൻ, നിങ്ങൾ ഇന്ന് റീഡിങ് നോക്കിയല്ലേ, ആ വ്യക്തി ഇന്ന് വന്നില്ല. റീഡിങ് നോക്കിയിട്ട് പിറ്റേന്നൊന്നും റിലേഷനൊന്നും സെറ്റ് ആവത്തൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ടൈം എന്ന് പറഞ്ഞൊരു സംഭവം, ടൈം എടുക്കും, എല്ലാത്തിനും ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ മാത്രം അത് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം കണക്കിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു എനർജി വേവ് എന്തിരിക്കും, നിങ്ങളുടെ ചിന്താഗതി കണക്കിരിക്കും, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കണക്കിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ. ഇപ്പം ഓൾറെഡി ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ ക്ഷമിച്ച് വിടാൻ നോക്കുക. കാരണം എനിക്ക് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു നല്ല സമയത്ത് നിങ്ങളെ കൂടെ ആരും നിങ്ങളുടെ നല്ല സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വരാൻ പാടാണ്, ഒരു ദൈവത്തിൻ്റെ കൈ വരാൻ പാടാണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു 100 പേരുണ്ടാകും. നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ കുറവായിരിക്കും, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആൾക്കാർ കുറവായിരിക്കും. അപ്പം നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങളെ തന്നെ മുറുകെ പിടിക്കണം. നിങ്ങളെ തന്നെ മുറുകെ പിടിച്ചാൽ മാത്രമേ എല്ലാ സിറ്റുവേഷനും താങ്ങി. ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രശ്നമുണ്ട്, അതൊക്കെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് മാറ്റുക, അല്ലെങ്കിൽ അതൊരു ഇൻസിഡൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഫോർഗീവ് ചെയ്യുക, ഇതൊക്കെ ക്ഷമിച്ച് കളയുക. ഒരു ടൈം ട്രാവലർ അല്ലെങ്കിൽ ഈ ഒരു കാർമിക് സിറ്റുവേഷനൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ സമാധാനപ്പെട്ടിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയത്തെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാർമിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികപരമായ ടെൻഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാം ഡിവൈൻ ഈ ഒരു മെഡിറ്റേഷനിൽ ഇരുന്നതിന് ശേഷം എല്ലാം ഡിവൈനിലേക്ക് അർപ്പിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ കൂടെ നിങ്ങൾക്ക് എല്ലാ എനർജിയും, നെഗറ്റീവ് എനർജി യൂണിവേഴ്സിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. ആ എനർജി, നെഗറ്റീവ് എനർജീനെ നിങ്ങൾക്ക് തിരിച്ച് നല്ല പോസിറ്റീവ് ആക്കി അവർ റീഫ്രഷ് ആയിട്ട് പ്യൂരിഫൈഡ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു തരും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള കുറേയധികം ആൾക്കാർ കൂടെ മാനസികപരമായിട്ട് ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവായിട്ട് തോന്നുന്നത്, എന്ത് ഇൻസിഡൻ്റ് ആണോ, എന്ത് സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്, ആ സിറ്റുവേഷൻസൊക്കെ ഒഴിച്ച് കളയാൻ വേണ്ടി മാക്സിമം നോക്കാം. നല്ല നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് നല്ല നല്ല സിറ്റുവേഷൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. ബാഡ് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ബാഡ് സിറ്റുവേഷൻസ് തരാൻ വേണ്ടിയിരിക്കും. പക്ഷേ ഇവരെല്ലാവരും നല്ല ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം വരണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ, ഒരു ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിവൈൻ ടൈം ആവുന്ന സമയത്ത്, ആ ഒരു വലയത്തിൽ നിങ്ങൾ പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ദൈവം വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവേക്കനിങ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നാണ് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല എമൗണ്ട് വരും, അല്ലെങ്കിൽ നല്ല അബണ്ടൻസ് എല്ലാ രീതിക്കും, മാനസികപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഫിസിക്കൽ പരമായിട്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച എന്തും നിങ്ങളുടെ ലൈഫിലോട്ട് എത്തുന്ന വൺ ടൈം നിങ്ങൾ കാണും. പക്ഷേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്യൂർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ പ്യൂർ ആയിരിക്കണം, നിങ്ങൾ പ്യൂർ ആയിരിക്കണം. ജന്മം നല്ലതാവണം, അല്ലെങ്കിൽ ജന്മം നല്ലതായിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി നല്ലതായാൽ മാത്രമേ ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എന്തും തരാൻ പറ്റുള്ളൂ. ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തും തരാൻ തയ്യാറാണ്. ഈ മാനിഫെസ്റ്റേഷൻ, ഈ അൾട്ടിമേറ്റ് ഫാൻറ്റസി വേൾഡ് നിങ്ങൾക്ക് എന്തും തരാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതും കൂടെ ഞാൻ ഈ ഒരു ടൈമിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാം എന്താണോ വേണ്ടത്, ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടത്, ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിക്കുക. മാക്സിമം നിങ്ങൾ ചിന്തിക്കുന്നതിന് മേളിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.